നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. ഇവിടെയാണ് പ്രശസ്തമായ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരുഷന്മാർ സ്ത്രീകളായി വേഷം മാറി ചമയവിളക്കെടുത്ത് ആഗ്രഹ സബലീകരണത്തിനായി വരുന്ന ഒരു സ്ഥലമാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ നിന്ന് തുടങ്ങാം. ഞാൻ 7 വർഷമായിട്ട് വിളക്കെടുക്കുന്നുണ്ട്. ആഗ്രഹ പൂർത്തീകരണത്തിന് തുടർച്ചയായിട്ട് 7 വർഷമായിട്ട് വിളക്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമാണ്. ഇപ്പോൾ വരുമ്പോഴും എല്ലാ വർഷവും പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് 2 ദിവസം തുടർച്ചയായിട്ട് വരാറുണ്ട്. 7 വർഷം കൊണ്ട് വരുന്നുണ്ട്. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. തുടർച്ചയായി ഇത് 6ാമത്തെ വർഷമാണ് ഞാനിവിടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ എൻ്റെ 6 വർഷവും ഞാനിവിടെ തുടർച്ചയായി വിളക്കെടുത്ത എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും തുടർച്ചയായി എല്ലാ വർഷവും ഇവിടെ വിളക്കെടുക്കാനായിട്ട് എത്തുന്നത്. ദേവിയുടെ അനുഗ്രഹം എല്ലാതുകൊണ്ടും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം വന്ന് വിളക്കെടുത്തത്. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ 26ാമത്തെ വർഷമാണ് വിളക്കെടുക്കുന്നത്. എൻ്റെ സ്വദേശം ഇവിടെ അടുത്ത് തന്നെയാണ്, തേവലക്കര എന്ന് പറയും. ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഹൈസ്കൂൾ മലയാള അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അടുത്ത വർഷം വരണമെന്നാണ് ആഗ്രഹം. അതേപോലെ തന്നെ എല്ലാ വർഷവും 2 ദിവസം വിളക്കെടുക്കാറുണ്ട്. ഓക്കെ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ 12 വർഷമായി ഇവിടെ കൊറ്റംകുളങ്ങര അമ്പലനടയിൽ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരാറുണ്ട്. ഞങ്ങൾ 10-12 പേര് സ്ഥിരമായിട്ട് വരാറുണ്ട് കൊറ്റംകുളങ്ങര അമ്പലത്തിൽ ദേവിയെ തൊഴാൻ വേണ്ടി. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാറുമുണ്ട്. സമയം 3 മണി. കൊറ്റംകുളങ്ങരയിലെ വിശേഷങ്ങൾ, പൂരങ്ങൾ അവസാനിക്കുന്നില്ല. ഇത് നാളെയും തുടരും. പുരുഷാങ്കനമാർ വളരെ ഭംഗിയായി അവർ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ഈ പരിപാടിയൊക്കെ ലൈവായിട്ടൊന്ന് എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ഗുഡ് മോർണിംഗ്.